അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇറക്കുമതി തീരുവകൾ ഇന്ത്യയെ തളർത്തുമെന്ന് കരുതിയവർക്ക് തെറ്റി. അമേരിക്കൻ വിപണിയിലെ തിരിച്ചടികളെ മറികടന്ന് ഇന്ത്യ എങ്ങനെയാണ് പുതിയ വിപണികൾ കീഴടക്കുന്നത്? നമ്മുടെ കാർഷിക സമുദ്രോൽപ്പന്ന മേഖലകൾ എങ്ങനെയാണ് പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റിയത്? 2026 പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യക്ക് നൽകുന്ന കരുത്ത് എന്താണ്? നമുക്ക് നോക്കാം. അമേരിക്കയുടെ വിദേശ വ്യാപാര നയത്തിൽ വന്ന അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ആശങ്കയിലാക്കുന്നതായിരുന്നു. അമേരിക്കയിലേക്ക് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് മേൽ വലിയ തോതിലുള്ള നികുതി ചുമത്തിയാണ് ട്രംപ് ഭരണകൂടം ലോകരാജ്യങ്ങളെ വിരട്ടാൻ നോക്കിയത്. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 60% വരെയും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവയ്ക്ക് 10 മുതൽ 20% വരെയും തീരുവ ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനം ആഗോള വ്യാപാരത്തിന്റെ സന്തുലിതാവസ്ഥ തെറ്റിച്ചു. പക്ഷേ പുറത്തുവരുന്ന കണക്കുകൾ തെളിയിക്കുന്നത് അമേരിക്കൻ ഭീഷണികൾക്കെതിരെ ഇന്ത്യ സ്വീകരിച്ച നിലപാടുകൾ ഫലപ്രദമായിരുന്നു എന്നാണ്. ആദ്യഘട്ടത്തിൽ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഇന്ത്യക്ക് തിരിച്ചടി ഉണ്ടായി. നമ്മുടെ ചെമ്മീൻ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായിരുന്നു അമേരിക്ക. എന്നാൽ തിരിച്ചടികൾ ഇന്ത്യയെ പുതിയ വഴികൾ തേടാൻ പ്രേരിപ്പിച്ചു. ട്രേഡ് ഈസ് ലൈക്ക് വാട്ടർ, ഇറ്റ് ഫൈൻഡ് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത് എത്ര കൃത്യമായിരുന്നു എന്ന് ഈ മാറ്റങ്ങൾ തെളിയിക്കുന്നു. പ്രതിബന്ധങ്ങളെ തടസ്സങ്ങളായി കാണാതെ ഇന്ത്യൻ വ്യാപാരം അതൊഴുകാനുള്ള വഴി സ്വയമേ കണ്ടെത്തുകയാണ്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 16% വളർച്ച രേഖപ്പെടുത്തി. 2025 ഏപ്രിൽ ഒക്ടോബർ കാലയളവിൽ $4.87 ബില്യൺ കയറ്റുമതിയാണ് നടന്നത്. അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ 4% ഇടിവുണ്ടായപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്കുള്ള കുതിപ്പ് ശ്രദ്ധേയമാണ്. അമേരിക്കൻ വാതിലുകൾ പാതി അടഞ്ഞപ്പോഴേക്കും ഇന്ത്യ തുറന്നത് യൂറോപ്പിന്റെയും റഷ്യയുടെയും ഓസ്ട്രേലിയയുടെയും വലിയ വിപണികളാണ്. റഷ്യയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം നമ്മുടെ സമുദ്രോൽപ്പന്നങ്ങൾക്കും സുഗന്ധവ്യഞ്ജനങ്ങൾക്കും ഇന്ന് പ്രിയമേറുകയാണ്. പ്രത്യേകിച്ച് ജപ്പാൻ, ദക്ഷിണ കൊറിയ, ജർമ്മനി എന്നീ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ഇന്ത്യ ശക്തിപ്പെടുത്തി. 2026 ജനുവരിയിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇത് നമ്മുടെ കയറ്റുമതിയുടെ 99% ഉൽപ്പന്നങ്ങൾക്കും നികുതി ഇളവ് നൽകും. 2030 $100 ബില്യൺ കയറ്റുമതിയാണ് കാർഷിക ഭക്ഷ്യ മേഖലകളിൽ നിന്നും ഇന്ത്യ ലക്ഷ്യമിടുന്നത്. 2026 യൂണിയൻ ബജറ്റിൽ കയറ്റുമതി മേഖലയ്ക്ക് നൽകുന്ന വലിയ ഊന്നൽ ശ്രദ്ധേയമാണ്. 25,060 കോടി രൂപയുടെ എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി 7 പുതിയ പദ്ധതികളാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത്. വിദേശ രാജ്യങ്ങളിൽ വെയർഹൌസുകളും ലോജിസ്റ്റിക് സൗകര്യങ്ങളും ഒരുക്കാൻ 30% ധനസഹായം, മലയോര മേഖലകളിലെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും കയറ്റുമതിക്കാർക്ക് ട്രാൻസ്പോർട്ട് സബ്സിഡി, അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നേടാൻ 75% വരെ ചിലവ് സർക്കാർ വഹിക്കും. ലോജിസ്റ്റിക്സ് ചിലവ് GDPയുടെ 7.97% കുറയ്ക്കാൻ കഴിഞ്ഞതും ഇന്ത്യയുടെ വലിയ നേട്ടമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റങ്ങൾ വലിയ സാധ്യതകൾക്കാണ് വഴി തുറക്കുന്നത്. സമുദ്രോൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ കേരളത്തിന് പുതിയ വിപണികളിലേക്ക് വേഗത്തിലെത്താൻ സാധിക്കും. കൂടാതെ മഞ്ഞൾ, ഇഞ്ചി, ജൈവ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് വലിയ ഡിമാൻഡാണ് ആഗോള വിപണിയിലുള്ളത്. മഞ്ഞൾ കയറ്റുമതിയിലൂടെ മാത്രം 2030 $1 ബില്യൺ നേടാനാണ് ലക്ഷ്യം. ഒരു പ്രത്യേക പ്രദേശത്തിന്റെ മണ്ണും കാലാവസ്ഥയും പാരമ്പര്യവും കൊണ്ട് മാത്രം സവിശേഷ ഗുണങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയുടെ GI ടാഗുള്ള ഉൽപ്പന്നങ്ങൾക്കും വിദേശത്ത് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. വികസിത രാജ്യങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ ഇന്ത്യയെ തളർത്തുകയല്ല, മറിച്ച് കൂടുതൽ കരുത്തുറ്റതാക്കുകയാണ് ചെയ്യുന്നത്. വിപണികൾ വൈവിധ്യവൽക്കരിക്കുന്നതിലൂടെയും ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഊന്നൽ നൽകുന്നതിലൂടെയും ഇന്ത്യ ഒരു ആഗോള കയറ്റുമതി ഹബ്ബായി മാറുകയാണ്.